മഞ്ചേരി നഗരസഭയ്ക്കെതിരെ CPM വനിതാ ഘടകം സംഘടിപ്പിച്ച ഒരു സമരമുഖത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മഞ്ചേരി നഗരസഭ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഭരണ കാര്യങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടുവോളം പ്രാധാന്യം ലഭ്യമാകുന്നില്ല എന്ന വിമർശനവുമായിട്ടാണ് ഇങ്ങനൊരു സമരമുഖം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കോംപ്ലക്സിൽ സംവിധാനം തുടക്കം കുറിച്ച ഷീ ഷെൽട്ടർ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നൊരു വിമർശനവും നമ്മുടെ സമരക്കാർ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള യഥാർത്ഥ കാര്യങ്ങൾ സമരക്കാരോട് തന്നെ ചോദിച്ചറിയാം. നമുക്കറിയാം മഞ്ചേരി ചെയർപേഴ്സൺ ഒരു വനിത കൂടിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വനിതകൾക്ക് വേണ്ടിയുള്ള ഷീസ്റ്റേ അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വനിതാ സമരം ഇവിടെ നടത്താൻ കാരണം? തീർച്ചയായും മഞ്ചേരി മുനിസിപ്പാലിറ്റി തുടർച്ചയായി 22 വർഷങ്ങളായി ഭരിക്കുന്നത് UDF ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വികസന മുരടിപ്പ് ഈ മഞ്ചേരി നഗരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാട്ടിലെ എല്ലാ പ്രദേശങ്ങളും മാറി, ഈ നാട് മാത്രം മാറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ത്രീ തുടർച്ചയായി 10 വർഷമൊക്കെ അധികാരത്തിലിരിക്കുമ്പോൾ അവർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ സ്ത്രീ സമൂഹം അത് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഒരു മുട്ടക്കോഴിയിലേക്കും വേസ്റ്റ് ബിന്നിലേക്കും അത് ഒതുങ്ങുന്നത് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ ഈ സമരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ മുകളിലെ ഒരു മുറിയിൽ 2 കട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് സ്റ്റേ എന്ന് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയിലെ സ്ത്രീകളുടെ ആകെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും സ്ത്രീകളെ ആകെ ഞാൻ അഡ്രസ് ചെയ്തുവെന്നും അവര് വിചാരിക്കുന്നത് ശരിയല്ല. നോക്കൂ, നിങ്ങൾ ആനക്കയത്തുള്ള അങ്ങാടിനെ പോലും നാണിപ്പിക്കുന്ന അങ്ങാടിയായി മാറി നമ്മുടെ. നിങ്ങൾ കൊണ്ടോട്ടി പോയിട്ടുണ്ടോ? കൊണ്ടോട്ടി ഇതിലേറെ മെച്ചം അല്ലെ? ഇന്നലെ ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു. വണ്ടൂർ ഇപ്പോഴും പഞ്ചായത്താണ്. അവിടെ മഞ്ചേരിനേക്കാൾ ഉഷാറാണ്. അനുദിനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന മഞ്ചേരിയിൽ നിന്നും 93 കേരള.